വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ലവ് ബിറ്റ്വീൻ ഫെയറി ആൻഡ് ഡെവിൾ എന്ന ഡ്രാമയിലെ മൂൺ സുപ്രീമിനെ ആരും പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. മൂൺ സുപ്രീം എന്ന റോൾ ചെയ്ത ഡൈലാൻ വാങ് അതിനുശേഷം അഭിനയിച്ച ഡ്രാമയാണ് അൺചെയിൻഡ് ലവ്. സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രണയത്തിൽ ആവുന്ന രണ്ടുപേർ ആ പ്രണയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള നല്ലൊരു ഡ്രാമയാണിത്. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ചൈനയിലെ ഒരു നാട്ടുരാജ്യത്തിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ രാജാവ് അസുഖബാധിതനായി പെട്ടെന്ന് മരണപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സതി പോലെ അവിടെ ഒരു ആചാരമുണ്ട്. രാജാവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും അദ്ദേഹത്തെ സേവിച്ചിരുന്ന ദാസിമാരുമൊക്കെ അദ്ദേഹത്തോടൊപ്പം മരിക്കണം. അദ്ദേഹത്തിൽ മക്കളുള്ള ഭാര്യമാർക്കും ഉന്നത പദവി ലഭിച്ചിട്ടുള്ളവർക്കുമൊക്കെ അതിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെയല്ലാത്ത പല രീതിയിൽ അവിടെ എത്തിപ്പെട്ടിട്ടുള്ള കൺസോർട്ടുമാരും കോൺക്യൂബുമാരും ദാസിമാരും ഒക്കെ ഈ ആചാരത്തിനിരയാകും. ഇവിടെയും ഇപ്പോൾ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ അധികാരവും ശക്തിയും ഒക്കെ ഉള്ളത് കൊട്ടാരത്തിലേക്കും മറ്റ് രാജകുടുംബങ്ങളിലേക്കും ഒക്കെ ജോലിക്കാരെയും മറ്റും നൽകുന്ന ബ്യൂറോയുടെ തലവനായ ഷാദുവാണ്. ഈ ജോലിക്കാരെ വിളിക്കുന്നത് യുൻജേകൾ എന്നാണ്. കൊട്ടാരത്തിൽ ജോലിക്ക് കയറുമ്പോൾ തന്നെ അവരുടെ ആണത്തമില്ലാതെയാക്കി അവരെ വെറും ഷഡന്മാരാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ സഹായത്തിന് ഇവരാണുള്ളത്. ഷാദുവെ കൊട്ടാരത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവർക്കും ഭയമാണ്. ആ നാട്ടിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ക്രൂരനാണ് അവൻ എന്നാണ് പറയപ്പെടുന്നത്. മരണപ്പെട്ട രാജാവിന് അനന്തരാവകാശിയായി പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ മാത്രമാണുള്ളത്. കുട്ടിയായതുകൊണ്ട് തന്നെ കുമാരനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരുടെ കയ്യിലായിരിക്കും ശരിക്കും ഭരണം. അതുകൊണ്ട് തന്നെ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും രാജ്ഞിയുമൊക്കെ ഇനി അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ധ്രുവ ആണ്. അധികാരം നേടാനുള്ള വീട്ടുകാരുടെ ദുരാഗ്രഹം കൊണ്ട് രാജാവിൻ്റെ ഭാര്യയായി കൊട്ടാരത്തിലേക്ക് വരേണ്ടി വന്ന ഇൻലു ആണ് നമ്മുടെ ഹീറോയിൻ. പേരിന് രാജാവിൻ്റെ ഭാര്യയായി കൊട്ടാരത്തിലെത്തിയെന്നല്ലാതെ ഇന്നുവരെ അദ്ദേഹത്തെ അവൾ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളിന് വേണ്ടി മരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് രാജാവ് മരിച്ചതറിഞ്ഞതോടെ ഇത്രയും കാലത്തെ മുഴുവൻ സമ്പാദ്യവും നൽകി ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. അവളുടെ തൊഴിൽ ടോങ്ങിന് കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സഹായങ്ങൾ നൽകി അവളെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴാണ് അവളെ കൊല്ലാൻ കൂട്ടിക്കൊണ്ടു പോകാനായി ജോലിക്കാർ എത്തിയത്. അവൾ ആർക്കൊപ്പം ചെല്ലുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ആചാരത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടാൻ പോകുന്നവരെല്ലാം കൂടി അവിടെ ഒരുമിച്ചിരുത്തിയിട്ടുണ്ട്. പലരും ഓടി രക്ഷപ്പെടാനുള്ള പാഴ്ശ്രമങ്ങളൊക്കെ നടത്തുന്നു. കാവൽക്കാർ അവരെല്ലാം ബലമായി പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തുകയാണ്. പലരും ഉറക്കെ കരയുന്നുണ്ട്. പക്ഷെ ഉറപ്പായും അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇൻലു. അവളുടെ മാലയിൽ ഒരു ഫിഷ് ഇമ്മോർട്ടലിൻ്റെ ലോക്കറ്റുമുണ്ട്. അത് മുറുകെ പിടിച്ച് പ്രാർത്ഥനയിലാണ് അവൾ. ഇതിനിടയിൽ മന്ത്രിമാരിൽ പലരും ദുവയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവൻ അവരെയൊക്കെ അടിച്ചമർത്തുന്നു. കൊല്ലാനായി വിധിക്കപ്പെട്ട മാറ്റി ഇരുത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് പണം നൽകി ചിലരെയൊക്കെ ബന്ധുക്കൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത അവകാശിയായ കുമാരനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കുറേ പേർ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കൺസൾട്ടൻ്റെ മകനാണ് അവൻ. രാജാവ് നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരമുള്ള രാജ്ഞി കുമാരൻ്റെ അമ്മയെ ബലമായി വിഷം കുടിപ്പിച്ച് കൊല്ലുന്നു. ആ സമയത്ത് ദുവ അവിടെ എത്തുന്നുണ്ടെങ്കിലും അവനും രാജ്ഞിയുടെ ഭാഗത്താണ്. പക്ഷെ കുമാരൻ്റെ അമ്മയെ കൊന്നതിനോട് അവൻ പൂർണ്ണമായും യോജിപ്പില്ല. രാജ്ഞിയെ എതിർക്കാനും പറ്റില്ല. എന്നാലും ഇത്ര ധൃതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നെന്ന് അവൻ അവരോട് ചോദിക്കുന്നു. അടുത്ത അവകാശിയായ കുമാരൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ അവർക്ക് തുടർന്ന് നല്ലൊരു ജീവിതം ലഭിക്കുന്നത് കണ്ടിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് രാജ്ഞി അവനോട് പറയുന്നു. രാജ്ഞിക്ക് അവനോട് ജോലിക്കാരൻ എന്നതിലുപരി ഒരു താല്പര്യമുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ അവർ അവരെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കാറുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിലും അവരുടെ താല്പര്യത്തിന് അവൻ ഇന്നുവരെ നിന്നിട്ടില്ല. ഇപ്പോഴും രാജ്ഞി അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് താല്പര്യത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അരുതാത്തത് പറയും എന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അടുത്ത രാജ്യമായ നന്യാലിലെ രാജകുമാരൻ്റെ സഹായത്തോടെ അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ട് എന്ന് അവരോട് സംസാരിച്ചതിൽ നിന്ന് അവന് മനസ്സിലാകുന്നു. ഈ രാജകുമാരനോട് ദുവയ്ക്ക് വ്യക്തിപരമായി എന്തോ വൈരാഗ്യമുണ്ട്. രാജ്ഞി അയാളുമായി ടൈപ്പ് ഉണ്ടാക്കിയ വിവരം ബ്യൂറോയിലെ അവൻ്റെ ഏറ്റവും വിശ്വസനായ സഹായി കാവോയോട് അവൻ പറയുന്നു. അയാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രാജകുമാരനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അധികാരം പൂർണ്ണമായി രാജ്ഞിയുടെ നിയന്ത്രണത്തിലാകും. അതിനു മുമ്പ് കുമാരനെ നമ്മുടെ വരുതിക്കാക്കണം. പക്ഷേ രാജ്ഞിയുടെ കണ്ണുവെട്ടിച്ച് അതത്ര എളുപ്പം സാധിക്കുകയില്ല. അതുകൊണ്ട് രാജ്ഞിയോട് മത്സരിക്കാൻ അവരോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ പദവിയുള്ള ആരെങ്കിലും നമുക്കും ആവശ്യമാണ് എന്നവൻ പറയുന്നുണ്ട്. അതിനാരെ കണ്ടെത്തും എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ച രാജാവിൻ്റെ അനിയൻ പ്രിൻസ് മുറാങ് അവനെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നറിയുന്നത്. രാജകുമാരനാണെങ്കിലും അയാൾക്ക് അധികാരത്തിൽ ഒന്നും യാതൊരു താല്പര്യവുമില്ല. ലാൻഡൻ പ്രിൻസ് എന്നാണ് എല്ലാവരും അയാളെ വിളിക്കാറുള്ളത്. വിളക്കുകൾ ഉണ്ടാക്കുന്ന ഹോബി കാരണമാണ് അങ്ങനെ ഒരു വിളിപ്പേര്. രാജ്ഞിക്കെതിരെ അയാളെ ഉപയോഗിക്കാൻ സാധിച്ചേക്കുമെന്ന് തോന്നിയാൽ ദുവ അയാളെ കാണാനായി തയ്യാറാകുന്നു. പക്ഷേ രാജ്ഞി അയാളുടെ കൊട്ടാരത്തിന് മുന്നിലും കാവൽക്കാരെ ഏർപ്പെടുത്തിയിരുന്നതിനാൽ അതിനുള്ളിൽ കടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. വിളക്കുകൾ ഉണ്ടാക്കാനുള്ള പേപ്പർ കൊണ്ടുപോവുകയാണെന്ന രീതിയിൽ ഒരു വണ്ടിക്കുള്ളിലെ രഹസ്യറയിൽ ഒളിച്ചിരുന്നാണ് അവൻ അവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ വണ്ടി അകത്തേക്ക് കടത്തിവിടാതെ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവസാനം പ്രിൻസ് മുറാങ് അവർക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അപേക്ഷിക്കുക വരെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വണ്ടി അകത്തേക്ക് കടത്തിവിട്ടത്. വണ്ടിക്കടിയിൽ ഒരിച്ചിരുന്ന ദുവ പുറത്തിറങ്ങി മുറാങ്ങിനെ കാണുന്നു. ഇല്ലുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയധികം ബുദ്ധിമുട്ടി അവനെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ആരുടെയും സഹായമില്ലെങ്കിലും സ്വന്തമായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു ഇല്ലു ഈ സമയം. കൂട്ടത്തിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട മറ്റൊരാളെ കൂടി അവൾ സഹായിക്കുന്നുണ്ട്.
കഴിക്കാൻ ആഹാരം നൽകിയപ്പോൾ ചോപ്സ്റ്റിക് കൊണ്ട് കഷ്ടപ്പെട്ട് അണ്ണാക്കിനുള്ളിലേക്ക് കുത്തിക്കയറ്റി അവൾ വോമിറ്റ് ചെയ്യുന്നു. അവളുടെ അത്ര ധൈര്യമില്ലെങ്കിലും ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് കൂട്ടുകാരിയും അത് അനുകരിക്കുന്നു. രണ്ടുപേരും ഒരേപോലെ വോമിറ്റ് ചെയ്ത് തളർന്നു വീണത് കണ്ട് ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും പിശകായിരിക്കും എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നു. അവരുടെയൊക്കെ തലവനായ ദുവ ഈ വിവരം അറിഞ്ഞാൽ ശിക്ഷ നേരിടേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് മറ്റാരും അറിയാതെ അവരെ രണ്ടുപേരെയും കൊട്ടാരത്തിലെ വകയായിട്ടുള്ള മുസോളിയത്തിലേക്ക് അയക്കാനും മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് വെട്ടാനും അയാൾ നിർദ്ദേശിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് ഇൻലു ആശ്വസിച്ചപ്പോഴാണ് അവളുടെ അച്ഛൻ്റെ ശരിക്കുള്ള ഭാര്യ അവളെ കാണാനേ അവിടെ എത്തിയത്. അവളുടെ അമ്മ അച്ഛൻ്റെ കോൺക്യൂബിനാണ്. കൊട്ടാരത്തിൽ അവൾക്ക് പകരം ശരിക്കും വരേണ്ടിയിരുന്നത് ഇവരുടെ മകളാണ്. പക്ഷേ വയസ്സനായ രാജാവിന് സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കാതിരിക്കാൻ അവൾക്ക് പകരം ആൾമാറാട്ടം നടത്തിയാണ് അന്ന് അവർ അവളെ ഇവിടേക്ക് അയച്ചത്. അവൾ ഒരു തരത്തിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ അവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ മരിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് രാജ്യഭരണത്തിൽ പ്രധാനപ്പെട്ട പദവികൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇല്ലു ഇങ്ങനെ ബലി കൊടുക്കപ്പെട്ടാൽ അവരുടെ ആൺമക്കൾക്ക് അതുമൂലം നല്ല ഉദ്യോഗം ലഭിക്കും. അതുകൊണ്ട് ഈ വിധി സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് അവളോട് പറയാനും അവളെ ഒരു തരത്തിലും മരണത്തിൽ രക്ഷപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി നൽകി സ്വാധീനിക്കാനുമാണ് അവൾ വന്നിരിക്കുന്നത്. ഇല്ലു സുഖമില്ലാതെ വന്നതുകൊണ്ട് അവളെ മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ അവർ സിറ്റിയിലെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുടെ പട്ടയം അയാൾക്ക് നൽകി സ്വാധീനിച്ചിട്ട് ഒരു കാരണവശാലും അവളെ മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്നു. അയാളത് സമ്മതിക്കുന്നുണ്ട്. ഇല്ലുവിനെ രക്ഷിക്കുന്നതിന് പകരമായി ദുവ പറയുന്ന എന്ത് കണ്ടീഷനും അനുസരിക്കാൻ തയ്യാറാണെന്ന് മുറോങ് ഇതിനകം അവന് വാക്ക് കൊടുത്തിരുന്നു. ഇല്ലു ആരും കാണാതെ മൂർച്ചയുള്ളൊരു സാധനം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട്. ഫിദു പാക്കോഡ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അവരെല്ലാം കൊല്ലുന്നത്. അതിനുള്ള സമയമായപ്പോൾ എല്ലാവരെയും അവിടെ കൊണ്ടുപോകുന്നു. അതിനുള്ളിൽ കയറ്റി വാതിലടച്ച ശേഷം എല്ലാവരെയും കെട്ടിത്തൂക്കാനുള്ള തുണി താഴേക്കിടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു നേരിയ പ്രതീക്ഷ പോലും ഇല്ലെങ്കിലും കഴുത്തിൽ കെട്ടുമുറുകുന്നതിന് മുമ്പേ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള സാധനം കൊണ്ട് അവൾ ആ തുണി ചെറുതായി അറുത്ത് മുറിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ മുകളിലേക്ക് തൂങ്ങുമ്പോഴും ജീവിക്കാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവൾ ശ്രമം തുടരുന്നു. പക്ഷേ മുകളിലേക്ക് പൊങ്ങിയപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണു പോകുന്നു. മരിച്ചു എന്ന് തന്നെ അവൾ കരുതിയതാണ്. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ദുവ അവിടെ എത്തി അവളെ അന്വേഷിച്ചത്. ഇല്ലു എന്ന പേരില്ലാതെ ആളാരാണെന്ന് അവൻ അറിയില്ല. ഇല്ലു ആരാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് അവളുടെ രണ്ടാനമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് കൊണ്ട് അയാൾ പെട്ടെന്ന് മറുപടി നൽകുന്നില്ല. ഇല്ലു ആരാണെന്ന് ചോദിച്ച് വെറുതെ സമയം കളയുന്നു. കഴുത്തിലെ കെട്ടുമുറുക്കി തുടങ്ങിയിരിക്കുന്നതിനാൽ അവൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ശബ്ദം പുറത്തെടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവസാനം ഒരു വിധത്തിൽ അവൾ കഴുത്തിൽ കിടന്നിരുന്ന മാല ഉരി അവൻ നിന്നിടത്തേക്ക് എറിയുന്നു. അതോടെ അവളെ താഴെ ഇറക്കാൻ അവൻ പറഞ്ഞെങ്കിലും അപ്പോഴും വേറെ പലരെയും താഴെ ഇറക്കി അയാൾ കുറേ സമയം കൂടി പാഴാക്കി കളയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ കഴുത്തിലെ മുറിഞ്ഞിരുന്ന തുണി സർവ്വശക്തി ഉപയോഗിച്ച് വലിച്ചു പൊട്ടിച്ച് താഴേക്ക് വീഴുന്നു. അവൾ തുണി ഇറക്കാൻ ഉപയോഗിച്ച് സാധനവും താഴെ കിടക്കുന്ന അവൻ കാണുന്നുണ്ട്. അവൾ തന്നെയാണ് ഇല്ലു എന്ന് ചോദിച്ചുറപ്പുവരുത്തി അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഇത് റൂൾസിനെതിരാണെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ കൈക്കൂലി വാങ്ങി പലരെയും അവിടെ നിന്ന് സ്വതന്ത്രരാക്കിയതിനെക്കുറിച്ച് നന്നായി അറിയാം എന്ന് പറഞ്ഞ് അവൻ അയാളുടെ വായ അടപ്പിക്കുന്നു. അവളുടെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റാനും ആവശ്യപ്പെടുന്നു. സ്ത്രീകളുടെ എണ്ണം ഒറ്റസംഖ്യ ആയിരിക്കണം, പക്ഷേ ഇപ്പോൾ ഒന്ന് കുറവാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അയാൾ വീണ്ടും ശ്രമിച്ചു നോക്കിയെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് നേരത്തെ ഊഹിച്ചിരുന്നതിനാൽ രാജ്ഞി വിഷം നൽകി കൊലപ്പെടുത്തിയ ആ കൺസൾട്ടൻ്റെ ഡെഡ് ബോഡിയുമായിട്ടായിരുന്നു അവൻ അവിടെ എത്തിയിരുന്നത്. അതുപയോഗിച്ച് എണ്ണം തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നു. അതോടെ അയാൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. ബോധം നഷ്ടപ്പെട്ടിരുന്ന ഇല്ലു ഉണർന്നപ്പോൾ മുറിക്ക് പുറത്തുണ്ടായിരുന്ന ദുവയെ കാണുന്നു. അവൾ മുമ്പ് അവനെ കണ്ടിട്ടില്ല. പക്ഷെ അവൻ്റെ വേഷവിധാനത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് അത് അവനായിരിക്കണമെന്ന് അവൾ ഊഹിക്കുന്നു. പക്ഷെ അവൻ എന്തിനാണ് രക്ഷിച്ചതെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശബ്ദം ശരിയായിട്ടില്ല എന്നറിയുന്നത്. കഴുത്തിൽ കെട്ടുമുറുകിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ടേക്ക് സംസാരിക്കേണ്ട, അങ്ങോട്ട് ചോദിക്കുന്നതിന് തലകുലുക്കി ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എന്നവൻ പറയുന്നു. അവളുടെ തോഴിയായിരുന്ന ടോങ്ങിനെ കൂടി അവളുടെ അടുത്ത് തിരിച്ചെത്തിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് എന്നവൻ അറിയിക്കുന്നു. അവളുമായി പ്രണയബന്ധത്തിലാണ് എന്നാണ് മുറോങ് അവനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവളെ രക്ഷിച്ചത് ആരാണ് എന്ന് അവൾക്ക് അറിയാമായിരിക്കും എന്ന ധാരണയിൽ മുറോങ്ങിനെ കുറിച്ചൊന്നും പറയാതെയാണ് അവൻ മടങ്ങിപ്പോയത്. പോരാത്തതിന് ഇപ്പോൾ അവിടെ നിലവിലുള്ള രാജ്ഞിയുടെ പദവിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു പദവി അവൾക്ക് നൽകുകയും ചെയ്യുന്നു. രാജ്ഞിക്കെതിരെ അവളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവൻ അവൾക്ക് അങ്ങനെ ഒരു പദവി നൽകിയത്. അവളുടെ അടുത്തേക്ക് തിരികെ എത്തിയ ടോങ് ദുവയ്ക്ക് അവളോട് താല്പര്യം തോന്നിയത് കൊണ്ടാകണം അവളെ രക്ഷിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ രക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്കൊരു ഊഹവും കിട്ടുന്നില്ല. ദുവ അവളെ കാണാൻ വന്നപ്പോഴൊക്കെ അവൾ അവൻ്റെ മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കുന്നു. പക്ഷെ സത്യത്തിൽ അവൾക്ക് അവനെ ഭയങ്കര പേടിയാണ്. അത് പുറത്ത് കാണിക്കാതെയാണ് കൂളായി നിൽക്കാൻ ശ്രമിക്കുന്നത്. അവളുടെ ശബ്ദം ശരിയാക്കാൻ വേണ്ടി റെഡിയാക്കിയ സൂപ്പ് അവൻ നിർബന്ധിച്ച് അവളെ കുടിപ്പിക്കുന്നു. അതിൽ നിന്ന് എന്തോ അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്നത് തുടച്ചു കളയാൻ അവൻ ആംഗ്യം കാണിച്ചപ്പോൾ കിസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെക്കൊണ്ടതിന് കഴിയില്ല, സത്യത്തിൽ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, വിവാഹം കഴിക്കാനൊന്നും കൊള്ളില്ല, അതിനുപറ്റി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ അവൾ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അപേക്ഷിക്കുന്നു. ശരിക്കും ദേഷ്യം കയറി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകെ ഓടിച്ചെന്ന് ക്ഷമ പറയുന്നു. ഇന്നു മുതൽ നമ്മൾ നല്ല സിസ്റ്റേഴ്സ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. സിസ്റ്റേഴ്സ് എന്ന് കേട്ടതും അവൻ വീണ്ടും ദേഷ്യപ്പെടുന്നു. അറിയാതെ വായിൽ നിന്ന് വീണ് പോയതാണ്, ഫ്രണ്ട്സ് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അവൾ തൽക്കാലം തടി തപ്പുന്നു. അവളുടെ തലയിൽ കുത്തിയിരുന്ന അവളുടെ കുടുംബത്തിലെ അടയാളമുള്ള ഒരു ഹെയർ പിൻ വാങ്ങിക്കൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൻ അവളെ രക്ഷിച്ചത് പോരാഞ്ഞിട്ട് ഉയർന്ന പദവി നൽകിയതിൻ്റെ പേരിൽ മന്ത്രിമാരെല്ലാം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവരെല്ലാം ശത്രുക്കളാക്കിക്കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമായിരുന്നെന്ന് ഡുവയുടെ സഹായി അവനോട് ചോദിക്കുന്നു.
പ്രിൻസിനെ ഉപയോഗിച്ച് അടുത്ത അവകാശിയായ കുമാരനെ കൺട്രോൾ ചെയ്യുകയാണ് ഉദ്ദേശം. ആരുടെയും എതിർപ്പിനെ കാര്യമാക്കേണ്ടതില്ല എന്ന് ദുവോ അവനെ അറിയിക്കുന്നു. അവൻ നേരെ മുറോങ്ങിൻ്റെ അടുത്തെത്തി ഇൻലുവിൻ്റെ ഹെയർപിൻ കാണിച്ചുകൊണ്ട് അവളെ രക്ഷിച്ച കാര്യം അറിയിക്കുന്നു. അതിന് പ്രതിഫലമായി കുമാരനെ രാജ്ഞിയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഒഴിവാക്കാൻ അയാളുടെ സഹായവും ആവശ്യപ്പെടുന്നു. പക്ഷേ അധികാരവുമായി ബന്ധപ്പെട്ട യാതൊന്നിനും താല്പര്യമില്ല. ഇക്കാര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം, സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുറോങ് ഒഴിഞ്ഞു മാറുന്നു. സഹായിച്ചില്ലെങ്കിൽ അധികം വൈകാതെ രാജ്ഞി അയാളെയും വകവരുത്തും. രാജ്യം അയൽരാജ്യത്തിന് പിടിയിലാകുമെന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും അയാൾ അതിനൊന്നും വഴങ്ങുന്നില്ല. അവസാനം ഞാൻ പറയുന്നതുപോലെ അനുസരിച്ചില്ലെങ്കിൽ ഇൻലുവിൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ വിഷമത്തോടെയാണെങ്കിലും അവൻ പറയുന്നതുപോലെ അനുസരിക്കാമെന്ന് അയാൾ സമ്മതിക്കുന്നു. യുഞ്ചകളുടെ തലവനാണെങ്കിലും ദുവോ അവരെ പോലെ ശരിക്കും ഒരു യുഞ്ചയല്ല. അവനോട് അടുപ്പമുള്ള ഏറ്റവും വിശ്വസ്തരായ കുറച്ചുപേർക്കല്ലാതെ ആ രഹസ്യം അറിയില്ല. മീശയും താടിയൊന്നും വളരാതിരിക്കാൻ വേണ്ടി അവൻ രഹസ്യമായി മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്ഞിയുടെ മുമ്പിലേക്ക് പോകേണ്ടി വരുമ്പോഴാണ് അവനത് ഉപയോഗിക്കാറ്. മാസത്തിൽ ഒരു തവണയിൽ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അന്നും രാജ്ഞിയുടെ അടുത്തേക്ക് പോകേണ്ടതുകൊണ്ട് അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചിട്ടാണ് അവൻ പോയത്. രാജ്ഞിക്ക് സാമ്പ്രാണി ഉണ്ടാക്കുന്ന ഒരു ഹോബിയുണ്ട്. അവൻ ചെല്ലുമ്പോൾ അവർ പുതിയ ഒരെണ്ണം ഉണ്ടാക്കി ട്രൈ ചെയ്യുകയായിരുന്നു. രാജാവിൻ്റെ മരണത്തിൻ്റെ അനുശോചന ചടങ്ങിൽ പങ്കെടുക്കാൻ കുമാരൻ ധരിക്കേണ്ട ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ വേണ്ടി വന്നതാണ്. കുമാരനെ ഒന്ന് കാണണം എന്നവൻ ആവശ്യപ്പെട്ടെങ്കിലും അതൊക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. അവൻ പലതവണ ശ്രമിച്ചിട്ടും കുമാരനെ കാണാൻ അവർ അനുവാദം നൽകുന്നില്ല. ഇനി രാജ്ഞി കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് അനുശോചന ചടങ്ങിൽ പങ്കെടുക്കാനാണ്. ആ സമയത്ത് മാത്രമേ അവസരം ഉണ്ടാക്കി കുമാരനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും 1 മണിക്കൂറിനുള്ളിൽ കഴിയും. കുറച്ച് സമയം കൂടി രാജ്ഞി അവിടെ പിടിച്ചു നിർത്താൻ ആരെങ്കിലും ഏൽപ്പിച്ചേ പറ്റൂ എന്ന് മനസ്സിലായ അവൻ ആ ഉത്തരവാദിത്തം ഇൻലുവിനെ ഏൽപ്പിക്കുന്നു. രാജ്ഞിയെ ഏത് രീതിയിൽ പിടിച്ചു നിർത്തണമെന്നൊന്നും അവൾക്കറിയില്ലെങ്കിലും അവൻ പറയുന്ന അനുസരിക്കുക എന്ന വഴി മാത്രമേ അവളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് സഹായിക്കാം എന്നവൾ സമ്മതിക്കുന്നുണ്ട്. അനുശോചന പ്രാർത്ഥനകൾ നടക്കുന്ന ഹാളിൽ നിൽക്കുമ്പോഴും ഏത് വഴിയിലാണ് രാജ്ഞിയെ തടഞ്ഞു നിർത്തേണ്ടതെന്ന് അവൾക്ക് യാതൊരു ഐഡിയയുമില്ല. ഈ സമയത്ത് ദുവോ പറഞ്ഞനുസരിച്ച് മുറോങ്ങിൻ്റെ നേതൃത്വത്തിൽ കുറേ വിളക്കുകൾ കൊട്ടാരം ലക്ഷ്യമാക്കി പറത്തിവിടുന്നു. ദുബൈയുടെ ആൾക്കാർ കുമാരനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന അതിന് മുകളിൽ എത്തിയപ്പോൾ അത് അമ്പ് ചെയ്ത് വീഴുന്നു. അതിനു മുമ്പ് തന്നെ അവൻ്റെ കുറേ സൈനികർ കൊട്ടാരത്തിനുള്ളിൽ കടന്നിരുന്നു. താഴെ വീണ വിളക്കുകളിൽ നിന്ന് കൊട്ടാരത്തിൽ അഗ്നിബാധ ഉണ്ടാകുന്നു. രാജ്ഞിയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇല്ലു ഈ സമയം രാജ്ഞിയുടെ വസ്ത്രത്തിലേക്ക് കയ്യിലുണ്ടായിരുന്ന വിളക്കെറിഞ്ഞ് തീ പിടിപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന മുടങ്ങി ആകെ ബഹളമാകുന്നു. തീ അടച്ച ശേഷം ആരാണത് ചെയ്തതെന്ന് രാജ്ഞി എല്ലാവരോടും ചോദിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി നൽകുന്നില്ല. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവർ ഡ്രസ്സ് മാറാനായി പോകുന്നു. കൊട്ടാരത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ തീ അണയ്ക്കുന്നതിലേക്ക് തിരിഞ്ഞപ്പോൾ കുമാരനെ രക്ഷിക്കാൻ എന്ന രീതിയിൽ ദുബൈയുടെ ആൾക്കാർ കുമാരൻ്റെ മുറിയിലെത്തുന്നു. മറ്റൊരു വഴിയിലൂടെ ദുബൈയും അവിടെ എത്തുന്നു. രാജ്ഞി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് ആരാണ് ഡ്രസ്സിന് തീ പിടിപ്പിച്ചതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാവൽക്കാരൻ വന്ന് കുമാരൻ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. അതോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അവർ അങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോഴാണ് രാജ്ഞിയെ പിടിച്ചു നിർത്തണമെന്ന് ദുബോ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് ഇല്ലുവിന് മനസ്സിലാകുന്നത്. രാജ്ഞി ആ സമയത്ത് തിരികെ പോയതുകൊണ്ട് ദുബോയ്ക്ക് കൊട്ടാരം വിട്ടു പോകാനുള്ള സമയം കിട്ടിക്കാണില്ല എന്ന് അവൾ ഊഹിക്കുന്നു. അവൻ പിടിക്കപ്പെട്ടാൽ സ്വന്തം ജീവൻ കൂടി അപകടത്തിലാകുമെന്ന് ചിന്തിച്ച് അവൾക്ക് പകരം ടോങ്ങിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ദുബോ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവൾ ഊഹിച്ചതുപോലെ തന്നെ കുമാരൻ അവൻ്റെ തോളിൽ കിടന്ന് ബഹളം വയ്ക്കുന്നതിനാൽ കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവന് കൊട്ടാരം വിട്ട് പുറത്തു പോകാൻ കഴിയുന്നില്ല. മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ആ കൊട്ടാരത്തിൽ അവന് ഒളിക്കാൻ കഴിയുന്ന ഒരേ സ്ഥലം അവളുടെ മുറിയായിരുന്നതിനാൽ അവിടേക്കാണ് അവൻ കുമാരനെയും കൊണ്ട് പോയത്. അവൻ അവിടെ തന്നെ ആകും ഒളിച്ചിരിക്കുന്നതെന്ന് ഊഹിച്ച് ഇല്ലുവും അവിടെ എത്തുന്നു. അവൻ രാജ്ഞിയുടെ ആളാണെന്ന് കരുതി അവൻ്റെ ഒപ്പം പോകാൻ തയ്യാറാകാതെ കുമാരൻ എതിർത്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ വന്നു കയറിയത്. പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ടപ്പോൾ അവൾ ബഹളം വയ്ക്കാതിരിക്കാൻ അവൻ ഭീഷണിപ്പെടുത്തുന്നു. പ്ലാനെല്ലാം മനസ്സിലാക്കിയത് നശിപ്പിക്കാനാണ് അവൾ വന്നിരിക്കുന്നതെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അവൾ ബുദ്ധിപൂർവ്വം സംസാരിച്ച് അവൻ്റെ ഒപ്പം പോകാൻ തയ്യാറാകാതെ എതിർത്ത് നിന്നിരുന്ന കുമാരനെ പറഞ്ഞു മനസ്സിലാക്കി അവൻ വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ കുമാരൻ അവൻ്റെ ഒപ്പം പോകാൻ തയ്യാറായി അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രാജ്ഞിയും കാവൽക്കാരും കൂടി അവിടേക്ക് വരുന്നതിൻ്റെ ശബ്ദം കേട്ടത്. ദുവ അവരെ ആക്രമിക്കാൻ തയ്യാറായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ തടഞ്ഞിട്ട് അവരുടെ മുന്നിൽ വെളിപ്പെടാതെ ഒളിച്ചിരിക്കാൻ നിർബന്ധിക്കുന്നു. അവരെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവനെയും കുമാരനെയും അകത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. രാജ്ഞിക്ക് അവളെ നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല. തോഴിയാണ്, ഇപ്പോൾ പദവി ഉയർത്തപ്പെട്ട കൺസൾട്ടാണ് അവളെന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ പിന്നെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാതെ അവൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് രാജ്ഞി അവളെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥനാ ഹാളിൽ വെച്ച് അബദ്ധത്തിൽ രാജ്ഞിയുടെ വസ്ത്രത്തിന് തീ പിടിപ്പിച്ചത് ഞാനാണ് എന്ന് ഇല്ലു തുറന്നു പറയുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ച് കുറേ സമയം അവൾ രാജ്ഞി അവിടെ പിടിച്ചു നിർത്തുന്നു. അകത്ത് കയറി തിരച്ചിൽ നടത്തിയപ്പോഴേക്കും ദുവ രാജകുമാരനെയും കൊണ്ട് ജനാല വഴി രക്ഷപ്പെട്ടിരുന്നു. അവളെ അവിടെ വിട്ടിട്ട് രാജ്ഞി സംഘവും മറ്റു ഭാഗത്തേക്ക് അന്വേഷിച്ചു പോകുന്നു. ഇല്ലുവിൻ്റെ സഹായം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് അവിടെ നിന്ന് കുമാരനെയും കൊണ്ട് സുരക്ഷിതമായി പുറത്തു കിടന്ന ദുവോ കാവയോട് പറയുന്നു. രാജ്ഞി സത്യം മനസ്സിലാക്കിയാൽ ഇല്ലുവിൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് കാവ സൂചിപ്പിച്ചപ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി രാജമാതാവിനൊപ്പം ദൂരെയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി പോയിരുന്ന രാജാവിൻ്റെ സഹോദരിയായ പ്രിൻസസ് വാൻവാനോട് സഹായം ചോദിക്കാൻ ദുവോ തീരുമാനിക്കുന്നു. പ്രിൻസസ് രാജാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് തിരികെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുമാരൻ കൊട്ടാരത്തിന് പുറത്തേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് ഇല്ലുവാണ് എന്ന് അധികം വൈകാതെ രാജ്ഞി തിരിച്ചറിയുന്നു. അതോടെ അവളെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്താണ് ദുവോ റിക്വസ്റ്റ് അനുസരിച്ച് വാൻമാൻ അവിടെ എത്തി രാജമാതാവ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതിന് ഇല്ലുവിനെ ശിക്ഷിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയത്. രാജ്ഞി എതിർപ്പ് പ്രകടിപ്പിച്ചു നോക്കുന്നുണ്ടെങ്കിലും
വാൻ വാൻ അവരെ പറഞ്ഞു ഒതുക്കി ഇൻലുവിനെയും കൊണ്ടാണ് അവിടെ നിന്ന് പോയത്. ദുവോ ആണ് അവളെ പറഞ്ഞയച്ചത് എന്ന് ഇൻലു പിന്നീട് അറിയുന്നു. ഇന്ന് വരെ ഒരാൾക്ക് വേണ്ടി പോലും ദുവോ ഇങ്ങനൊരു സഹായം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് നന്നായി അറിയാവുന്ന വാൻ വാന് ഇൻലുവിനോട് അവൻ പ്രത്യേക പരിഗണന കാണിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷേ ഇൻലുവിനും അതിൻ്റെ ഉത്തരം അറിയില്ല. എന്തായാലും അവർ നല്ല ഫ്രണ്ട്സ് ആകുന്നുണ്ട്. ദുവോ ഈ സമയം കുമാരനെ മുറോങ്ങിൻ്റെ കൊട്ടാരത്തിൽ സുരക്ഷിതമായി എത്തിക്കുന്നു. ഭാവിയിൽ യാതൊരു ആപത്തും വരാതെ അവനെ സംരക്ഷിച്ചോളാം എന്ന് അവൻ വാക്കും കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഉറപ്പിന്മേലാണ് കുമാരൻ സമാധാനമായി അകത്തേക്ക് പോയത്. അവിടെ കൂടുതൽ കാവൽക്കാരെ ഏർപ്പെടുത്താൻ കാവോയ്ക്ക് ദുവോ നിർദ്ദേശം നൽകുന്നു. കുമാരനെ കൊട്ടാരത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ദുവോ ആണ് എന്ന് രാജ്ഞി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മുമ്പ് ഇല്ലുവിനെ രക്ഷിക്കുന്ന സമയത്ത് അവൻ ശത്രുവാക്കിയ അവളുടെ അമ്മ കൈക്കൂലി നൽകി സ്വാധീനിച്ച ജോലിക്കാരൻ രാജ്ഞിയുടെ അടുത്തെത്തി ദുവോ ആണ് അതിനെല്ലാം പിന്നിൽ എന്ന് അയാളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് എന്നറിയിക്കുന്നത്. മുറോങ്ങുമായി ദുവോ ടൈപ്പ് ഉണ്ടാക്കിയതും അവിടെ കൂടുതൽ കാവൽക്കാരെ ഏർപ്പെടുത്തിയതും അയാൾ അവരെ അറിയിക്കുന്നു. മാത്രമല്ല കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഇല്ലുവിനെ രക്ഷിച്ച് ഉയർന്ന പദവി നൽകിയതും അവൻ തന്നെയാണ് എന്നും അയാൾ അറിയിക്കുന്നു. ഇപ്പോൾ ശരിക്കും ശത്രുവായി നിൽക്കുന്നത് ദുവോ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് രാജ്ഞി അവനെതിരായി നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.